ലിസ്റ്റൻസ്റ്റൈൻ യൂറോപ്പിലെ മനോഹരമായ ആൽപ്സ് മലനിരകളിൽ പൂർണ്ണമായും വ്യാപിച്ചു കിടക്കുന്ന ഒരു രാജ്യം. സ്വിറ്റ്സർലാൻഡിനും ഓസ്ട്രിയയ്ക്കുമിടയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു രാജ്യം. ലോകത്തിലെ തന്നെ 6ാമത്തെ ചെറിയ രാജ്യമാണിത്. ഇതിൻ്റെ ഹിമമലകളിലും താഴ്വാരങ്ങളിലുമായി താമസിച്ചു വരുന്നത് ആകെ മൊത്തം 39,000 ആളുകളും അവിടുത്തെ ഒരു രാജകുമാരനുമാണ്. അതെ, ആ രാജകുമാരനും കുടുംബവും ഇപ്പോഴും അവിടെ മലമുകളിൽ ഒരു പഴയ കോട്ടയിലാണ് താമസിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഓർമ്മയിലേക്ക് ഇറങ്ങിച്ചെന്ന പോലെ ഒരു രാജ്യം. അങ്ങനെ എന്നത്തെയും പോലെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഫ്രം ജനീവ. നേരം പരപരാന്ന് വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ചാടി ട്രെയിനിൽ കയറി. പിന്നെ ഞാനും നീലും കൂടെ ഇന്നെന്തൊക്കെ ചെയ്യണം എന്നുള്ള കുലങ്കർഷമായ ചർച്ചയിലാണ്. അപ്പോഴാണ് നേരെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരുത്തൻ വളരെ സമാധാനത്തിൽ പാട്ട് കേൾക്കുകയാണ്. അങ്ങനെ പാട്ടൊക്കെ കേട്ടും ചർച്ചയൊക്കെ ചെയ്തും ഞങ്ങൾ സൂറിക്കെത്തി. ഇവിടുന്ന് ഇനി ഒരൊറ്റ ട്രെയിൻ അത് പിടിച്ചാൽ ഞങ്ങൾ നേരെ സർഗാൻസ് എത്തിയിരിക്കുന്നു. സർഗാൻസിൽ നിന്ന് വെളിയിലിറങ്ങിയപ്പോഴാണ് ഒരു നിമിഷം നമ്മൾ സംശയിച്ചു പോകും, ഇത് സർഗാൻസ് ആണോ അതോ ജപ്പാനാണോ. ഫുൾ അടിപൊളി ചെറി ബ്ലോസം വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ്. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ബസ് പിടിച്ചാൽ ശരിക്കും എത്തിയേനെ. പക്ഷേ നമ്മൾ ഒരു ബസ് തെറ്റി പിടിച്ചതുകൊണ്ട് പിന്നെ വേറൊരു ബസ് കറക്റ്റായിട്ട് പിടിക്കേണ്ടി വന്നു നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്താൻ. ഭയങ്കര തേരാപ്പാര കറങ്ങി നടക്കാതെ നമുക്ക് പോയി ഐറ്റിനറി കാണാം. ഇതാണ് ഇന്നത്തെ ഐറ്റിനറി. അപ്പോൾ നമ്മൾ കുറച്ച് പേര് വഡൂസിലേക്ക് ചെല്ലുന്നു. വഡൂസ് വിട്ടുതരുമോ എന്ന് ചോദിക്കുന്നു. പറ്റൂല എന്ന് പറയുമ്പോൾ അവിടുത്തെ ക്യാസിലും കണ്ട് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് നേരെ നമ്മുടെ അവിടുത്തെ പഴയ ഒരു ഓൾഡ് റെഡ് ഹൗസ് ഉണ്ട്, അത് കാണും. പിന്നെ നേരെ ഗുട്ടൻബർഗ് ക്യാസിൽ. ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ നാടായതുകൊണ്ട് തന്നെ ചെറിയൊരു സിറ്റി സെൻറ്റർ. അപ്പോൾ അതുവഴി ഇങ്ങനെ നടന്ന് കാണാനൊന്നും ഭയങ്കര കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഭയങ്കര സമാധാനമുള്ള ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി സെൻറ്റർ. ഇങ്ങനെ വെറുതെ ഇരിക്കാനും വർത്താനം പറയാനും ഒക്കെ നല്ല രസമുള്ള ഒരു സ്ഥലം. അതൊക്കെ നടക്കും. എന്നതൊരു തേരാപ്പാര നടക്കല്ലേ, എന്നാൽ 2 സുവനീറൊക്കെ വാങ്ങിക്കാം, എന്തെങ്കിലും ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. വന്നപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ആ ടൂറിസ്റ്റ് സെൻറ്റർ. അതായത് നമ്മുടെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് തരുന്ന, വിസ സ്റ്റാമ്പ് ചെയ്യുന്ന ടൂറിസ്റ്റ് സെൻറ്റർ. ഒരു ചെറിയ കൺട്രി ആയതുകൊണ്ട് ഇവിടെ വിമാനത്താവളം എയർപോർട്ട് നഹിഹെ. അതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനത്തെ ടൂറിസ്റ്റ് സെൻറ്ററിൽ വന്ന് 3 CHF കൊടുക്കണം. ഒരാൾക്ക് 3 തോന്നുന്നു. CHF ആണ് ഇവിടുത്തെ കറൻസി. അതുകൊണ്ട് 3 CHF കൊടുത്ത് നമ്മൾ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തു. പക്ഷെ ബാൽ ചെയ്തില്ല. എൻ്റേത് പുതിയ പാസ്പോർട്ടായതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ചെയ്തു. പിന്നെ അവർക്ക് നമ്മളെ അത്ര പിടിച്ചില്ല എന്ന് തോന്നുന്നു. തീരെ ചിരിച്ചില്ല. ഞാൻ കുറേ ചിരിച്ചു. ഒരു ചിരിച്ചിട്ടേ ഇല്ല കേട്ടോ. ഈ യൂറോപ്പിലെ ട്രാവൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളെപ്പോഴും ഒന്നെങ്കിൽ വീട്ടിൽ നിന്നാണ് പോകുന്നെങ്കിൽ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ എയർബിഎൻബി നിന്നാണ് എയർബിഎൻബി എന്നൊക്കെ ഫുഡ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതാണ് എപ്പോഴും നമ്മുടെ പോക്കറ്റ് കാലിയാകാതിരിക്കാൻ നല്ലത്. അപ്പം ഞങ്ങളും അങ്ങനെ തന്നെയാണ് എപ്പോഴും ട്രാവൽ ചെയ്യാറ്. ഫുഡ് കഴിച്ചു കുറച്ച് എനർജി ആയപ്പോഴത്തേക്കും 2 പേരും ഫോട്ടോ. നീലിനും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ബാലിൻ്റെ ഒരു പഴയ ക്യാമറ ഉണ്ട് നീലിൻ്റെ കയ്യിൽ. അപ്പോൾ നീലും ഇങ്ങനത്തെ കുറേ ഫോട്ടോസ് എടുക്കും. പിന്നെ ആസ് യൂഷ്വൽ ബാലിന് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫി. അപ്പം അവനും ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ അതുവഴി ചുമ്മാ എന്നാൽ ഒന്ന് ഈ സിറ്റി സെൻറ്ററൊക്കെ ഒന്നും കൂടി ആ ടൗണൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ഒരു സേട്ടൻ കസേരയിലിരുന്ന് എന്നെ നോക്കിയിരിക്കും. എന്നെ നോക്കണു അതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ സേട്ടനോടൊക്കെ ബൈ പറഞ്ഞ് മെല്ലനെ നടക്കുകയാണ്. കുറച്ചും കൂടെ അപ്പോൾ എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി. അപ്പോൾ ഇനി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ കുറച്ചൊരു 20 മിനിറ്റ്സ് മുകളിലേക്ക് കയറാനുണ്ട് എന്നാണ് പറഞ്ഞത് ഈ
വഡൂസ് കാസിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തലവേദനയ്ക്കുള്ളൊരു ചെറിയ ഗുളികയും വാങ്ങിച്ചിട്ട് വേണം ഇനി മുകളിലേക്ക് കയറാൻ. അപ്പോൾ അതും തപ്പിയുള്ള നടത്തത്തിൽ ഞാൻ ഒപ്പിയെടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ കാണുന്നത്. കാണുന്നതാണ് രാജകുമാരനും കുടുംബവും താമസിക്കുന്ന കാസിൽ, കോട്ട, മലമുകളിലെ കോട്ട. ശരിക്കും അതൊരു മലമുകളിലായതുകൊണ്ട് തന്നെ നമ്മളൊരു കുറച്ച് കയറാനുണ്ട്. പക്ഷേ കുറേ സാധാരണ നടക്കുന്ന പോലെ കുറേ വലിയ ഹൈക്കിങ്ങോ ഒന്നുമില്ല കേട്ടോ. ആകെ 20 മിനിറ്റ്സ്. പക്ഷേ അത് കുറച്ച് നല്ല കയറ്റമാണ്. പിന്നെ നല്ല സണ്ണി ഡേ ആയിരുന്നുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. വഴിയാണെങ്കിലും നമുക്ക് വീഡിയോസ് എടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല അടിപൊളി വെതറായിരുന്നു അന്ന്. കുറച്ച് നല്ല സണ്ണി ആയിരുന്നു. പിന്നെ നമ്മൾ മുകളിലേക്ക് എത്തുന്തോറും ഭംഗി കൂടിക്കൂടി വരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹൈറ്റിലെത്തുമ്പോൾ നമുക്ക് താഴെ ഫുൾ ലിസ്റ്റൻസ്റ്റൈൻ വാലിയിലെ ടൗൺ ഫുള്ള് നമുക്ക് മുകളിൽ നിന്ന് കാണാമല്ലോ. അപ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ മുകളിലെത്തി ഫോർ ദിസ് വ്യൂ. അങ്ങനെ മുകളിലത്തെ ആ ടെലിസ്കോപ്പിൽ കൂടെ കുറേ നോക്കിയപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ആ കാണുന്നതാണ് റെഡ് ഹൗസ്. ഇനി അങ്ങോട്ടാണ് പോകേണ്ടത്. ആദ്യം മുകളിൽ പോയി നടന്ന് കയറി കാസിൽ ഒന്ന് അടുത്തുനിന്ന് കണ്ടിട്ട് റെഡ് ഹൗസ്. അങ്ങനെ നമ്മളും വഡൂസ് കാസിൽ തൊട്ടടുത്തുനിന്ന് കണ്ടു. ഇവിടെയാണ് പ്രിൻസ് ഹാൻസ് ആഡം സെക്കൻഡ് താമസിക്കുന്നത്. പ്രിൻസ് എന്ന് പറഞ്ഞാൽ 80 വയസ്സുണ്ട്. അവരും ഫാമിലിയൊക്കെ താമസിക്കുന്ന ആ കാസിൽ കണ്ടിട്ട് ഞങ്ങൾ നേരെ നടക്കുന്നത് റെഡ് ഹൗസ് കാണാനാണ്. അത് ഈ കാസിലിൽ നിന്ന് നമ്മൾ ഈ പോകുന്ന ചെറിയൊരു 10 മിനിറ്റ് നടക്കാനുള്ളൂ. ആ വഴി കാണാൻ, ആ ഒരു ചെറിയ വില്ലേജ്, അത് ഭയങ്കര രസം കേട്ടോ കാണാൻ. ഒന്ന് കണ്ടു നോക്കൂ. റെഡ് ഹൗസ്. അതെ, നല്ല കടും ചുവപ്പ് നിറത്തിൽ പൂക്കളുടെ ഇടയിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഇടയിൽ ഒരു വീട്. എൻ്റെ അമ്മേ, അതിലേക്ക് വെയിലടിച്ച് കഴിയുമ്പോൾ കാണുന്ന കളറൊരു ഭയങ്കര ഭംഗിയാട്ടോ ആ വീട്. എനിക്ക് പിന്നെ ആലോചിക്കുമ്പോഴാണ് ഇതെന്തുകൊണ്ടാണ് ഒരു വീട് കാണാൻ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഇവിടെ വന്ന് കാണുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് അത്രയും പഴയ ഹിസ്റ്ററി ഉള്ള ഒരു വീടാണ്. പണ്ടേ 1338 മുതൽ അത്രയും ബാക്കിലേക്കുള്ള ഹിസ്റ്ററി ഉള്ള ഒരു വീടാണ്. പിന്നെ അതിരിക്കുന്ന സ്ഥലം ഒരു ഭയങ്കര ഭംഗിയായിട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ ഫുള്ള് സ്നോ മൗണ്ടെയ്ൻസ് കാണാം. പിന്നെ അതിനോട് ചേർന്ന് തന്നെ അവരിങ്ങനെ ഒരു വൈൻ മിഷനറി വെച്ചിട്ടുണ്ട്. അതിലുള്ള ഓരോ കൊത്തുപണികൾ വരെ നല്ല ഭംഗിയാട്ടോ. അതിലിങ്ങനെ മുന്തിരി വള്ളികളൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളതിങ്ങനെ പറയായിരുന്നു, അത് നല്ല രസമുണ്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ. എന്നിട്ട് നമ്മൾ അവിടുന്ന് ബസ് പിടിച്ച് വേറൊരു സ്ഥലത്ത് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപാടെ ഒരു പൂച്ചക്കുട്ടിയും കണ്ടു. നീല് കുറച്ച് നേരം അതിനെ തൊട്ടൊക്കെ കളിച്ച് ഒക്കെ കണ്ട് പിന്നെ നേരെ നമ്മൾ കുറച്ച് മുകളിലേക്ക് നടക്കണം. അപ്പോൾ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ്. കാരണം ഇവിടെ വന്നപ്പോഴാണ് ആശാൻ അറിഞ്ഞത് കുറച്ച് മുകളിലേക്ക് നടക്കണം എന്നുള്ളത്.
ഈ മുകളിലേക്കുള്ള നടത്തം എന്ത് കാണാനാന്നല്ലേ. ഇത് ആ കാണുന്നത് ഗുട്ടൻബർഗ് കാസിൽ. എൻ്റെ അമ്മേ, അതോ നോക്കിങ്ങനെ നീല ആകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അതിങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല പ്രൗഢിയോടെ. ഓ എൻ്റെ അമ്മ, എനിക്ക് ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇത് കുന്നിൻ്റെ മുകളിലാണല്ലോ ഈ കാസിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പോകാൻ വളരെ കുറച്ച് മുകളിലേക്കാണ് കയറാനുണ്ട്. പക്ഷെ എന്നാലും കയറുന്നതിൽ നമുക്ക് ഒരു മടുപ്പും എനിക്ക് തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ കുന്ന് ഫുള്ളൊരു വൈൻയാർഡാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് ഈ വഴി വെട്ടിയിരിക്കുന്നത്. പിന്നെ ശരിക്കും നമുക്കൊരു ആഡ് ഓൺ പോലെ ആ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സൂര്യൻ, അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും കാണുന്നതിനൊക്കെ, ഒരു ഡബിൾ ഭംഗി വരും. പിന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ കാണുന്ന വ്യൂവോ അത് വേറെ ലെവലിൽ. നോക്കിങ്ങനെ പിള്ളേർ കളിക്കുന്നു, അതിങ്ങനെ ഫുൾ ആ പച്ചപ്പെന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി അടിപൊളി പച്ച. പിന്നെ പക്ഷേ നമുക്ക് ഈസി ആണെങ്കിലും നീല് കുറച്ച് മടുത്തായിരുന്നു. കാരണം ഈവനിങ് ആയില്ലേ. അപ്പോൾ നമ്മളവനെ ലിറ്ററലി പുഷ് ചെയ്താണ് മുകളിലേക്ക് കയറ്റുന്നത്. നമ്മൾ പറയുന്നുണ്ട് മുകളിൽ ചെന്നാൽ പിന്നെ വേറെ ലെവലാണ്, നമുക്ക് മുകളിൽ എങ്ങനെയും എത്തണം എന്നും പറഞ്ഞ് അങ്ങനെ ശരിക്കും പുഷ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കയറിയതുണ്ടല്ലോ ഭയങ്കര വെറുത്തായിരുന്നു കേട്ടോ. നോക്ക് എന്താല്ലേ ഭംഗി. എൻ്റെ അമ്മേ, എനിക്ക് ഇതിൽ കാണുമ്പോൾ പോലും എനിക്ക് ലിechtensteinലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ചെയ്തൊരു കാര്യം, ഇതിൻ്റെ മുകളിൽ പോയി കുറച്ച് നേരം അവിടെ ഒരു ബെഞ്ചിലിരുന്ന് ഇത് ചുറ്റും നോക്കിക്കണ്ട് ആസ്വദിച്ചതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഗുട്ടൻബർഗ് കാസിലും അതിൻ്റെ താഴെ ഈ വാലിയിലുള്ള ഈ ചെറിയ വില്ലേജും എൻ്റെ ഫേവറേറ്റാണ്. ഈ ഗുട്ടൻബർഗ് കാസിലൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ട് ഞാൻ ചുമ്മാ ഇരിക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് ഈ ക്യാമറ ബാഗെല്ലാം തൂക്കിപ്പിടിച്ച് വീണ്ടും ഈ കുന്ന് വീണ്ടും മുകളിലേക്ക് കയറുകയാണ്. കാരണം എന്താ വെച്ചാൽ അവന് അത്ര ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫി. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെയും നടക്കാൻ. ശരിക്കും ഇന്ന് ഞങ്ങൾ മൊത്തത്തിലൊരു 16-17 കിലോമീറ്ററൊക്കെ ഫുള്ളി മൊത്തത്തിൽ ഇന്ന് രാവിലെ മുതൽ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് പിന്നെയും വീണ്ടും ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി വീണ്ടും നടക്കാൻ ഞങ്ങൾ റെഡിയാണ്. കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമല്ല, അതൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അതൊക്കെ ഓർമ്മകളിലേക്കൊരു മെമ്മറി ആയിട്ട് ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വീഡിയോ എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ ബാലിന് ഫോട്ടോ എടുക്കാനാണ് ഇഷ്ടം. എനിക്ക് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന ഈ ടൈമിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷം ആ സ്ഥലത്ത് പോയതും. കുറച്ച് മെനക്കെട്ടിട്ട് നമ്മൾ കുറേ ആലോചിച്ചിട്ട് എടുത്ത ഡിസിഷനായിരുന്നു. പക്ഷേ ഇവിടെ പോയി ഈ ബെഞ്ചിലിരുന്നപ്പോൾ കിട്ടിയ സന്തോഷം, അതിപ്പോൾ തിരിച്ച് കണ്ണടച്ച് ഇപ്പം ചിന്തിക്കുമ്പോഴും എനിക്ക് ആ സന്തോഷം എനിക്കിപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും ഇതിൻ്റെ ഈ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ വായിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു. ഇതിനെന്തുകൊണ്ടാണ് ഗുട്ടൻബർഗ് കാസിൽ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ജർമ്മനിലെ ഗുഡ് എന്ന് പറഞ്ഞാൽ ഗുഡ്, ബർഗ് എന്ന് പറഞ്ഞാൽ ഹിൽ. അപ്പോൾ ശരിക്കും ഇത് നല്ലൊരു ഹില്ലിൻ്റെ മുകളിലിരുന്ന ഒരു പള്ളിയായിരുന്നു. പണ്ട് കാലത്തെ ഒരു പള്ളി, അതിനോട് ചേർന്ന ഒരു സെമിത്തേരി ഒക്കെ ആയിരുന്നു. പിന്നെ ആയപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് സെമിത്തേരി ക്യാൻസൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് പുതുക്കി പണിത് ഏതോ ഒരു പ്രിൻസസ് വാങ്ങി. അതിനുശേഷം അവർ നല്ലോണം പിന്നെയാണ് ആ വലിയ ആ ഒരു ടവർ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് പക്ഷെ കുറേ നാളിത് ആരും ഉപയോഗിക്കാതെ അങ്ങനെ നശിച്ച് കിടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരത് ഇപ്പം നന്നാക്കിയെടുത്ത് ഇപ്പം അതൊരു മ്യൂസിയമാണ് ഫോർ പബ്ലിക്. അപ്പോൾ ഭയങ്കര നല്ല കഥകൾ പറയുന്ന ഒരു കെട്ടിടം, ഒരു ആർക്കിടെക്ചർ എന്ന് പറയാം. കണ്ടില്ലേ ക്ലോക്കിൽ ടൈം ടിൻ ടിൻ അങ്ങനെ 6 മണിയായി. പക്ഷേ ഇരുട്ടൊന്നും ആകാത്തതുകൊണ്ട് നമുക്കങ്ങനെ പോകാൻ തോന്നുന്നില്ല. നമ്മൾ വീണ്ടും അതേ ബെഞ്ചിൽ അതേ സ്ഥലത്ത് വന്നിരുന്ന് വീണ്ടും നമ്മൾ വർത്താനം പറയുകയാണ്. കുറച്ച് നേരം കൂടെയൊക്കെ ഇവിടെ ഇരുന്നിട്ട് മെല്ലനെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ നാളെ സെക്കൻഡ് ഡേയിൽ ലിechtensteinൽ വേറെ കുറച്ച് പ്ലാൻ ഉണ്ട്.
അത് നാളെ കാണിച്ചു തരാം, അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.